അപ്പോൾ നമ്മളിന്ന് മുതൽ ഒരു എന്താ പറയുക ലോങ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്താലോന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോളജി നീറ്റിന് വേണ്ടിയിട്ടുള്ള ബയോളജിയിലെ +1 ഒരു ചാപ്റ്റർ ആയിട്ടുള്ള സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനാണ് ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ ഫസ്റ്റ് പറയാൻ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കാം. All sexually reproducing organisms start their lives from a single cell zygote which undergoes division and differentiation to form the whole organism. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു സെല്ലുണ്ടാവുന്നു. ഇപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഒരു സെല്ലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഓർഗാൻസിൻ്റെ ബേസ് യൂണിറ്റാണ് നമുക്ക് പറയാം. നമ്മുടെ ഹ്യൂമൻ ബോഡിൻ്റെ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സെല്ലാണെന്നറിയാം. സെല്ലിൽ നിന്നാണ് സെൽ ടിഷ്യൂസ് ഉണ്ടാകുന്നത്. സെൽ ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്ന് സെല്ലുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ടിഷ്യൂ സിസ്റ്റംസ് എല്ലാം ചേർന്നിട്ടാണ് നമുക്കൊരു ഓർഗനായിട്ട് അത് ഫോം ചെയ്യുക. ഈ ഓർഗൻസ് നമ്മുടെ ബോഡിയിലുള്ള പല പല ഓർഗൻസ് ഐ, ഹാർട്ട്, ലിവർ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഓർഗാൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ഓർഗാൻ സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ഓർഗാൻ സിസ്റ്റത്തിൻ്റെ എല്ലാം കൂടെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡി. ഓക്കെ, ലൈംഗികമായി പുനരുൽപ്പാദിപ്പിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അവയുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരൊറ്റ കോശ സൈഗോട്ടിൽ നിന്നാണ്. അത് വിഭജനത്തിനും വിധേയമായി മുഴുവൻ ജീവികളും രൂപപ്പെടുന്നു. Cell division is a very important process by which a mature cell divides and forms into 2 or 4 daughter cells. കോശവിഭജനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലൂടെ ഒരു മുതിർന്ന കോശം അത് വിഭജിച്ച് 2 or 4 പുത്രിക കോശങ്ങൾ എന്നാണ് പറയുക, പുത്രകോശങ്ങളായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. The cell which undergoes division is called the mother cell or parent cell. The newly formed cell are known as daughter cells. വിഭജനത്തിന് വിധേയമാവുന്ന കോശത്തെയാണ് നമ്മൾ മാതൃക കോശങ്ങൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ രക്ഷകർത്ത കോശങ്ങളെന്ന് അത് പറയാറുണ്ട്. പുതുതായി രൂപം കൊണ്ടുവന്ന കോശങ്ങളാണ് മക്കൾ കോശങ്ങൾ, പുത്രിക കോശങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത് അതിനെയാണ്. അപ്പോൾ ഇത് സെൽ സൈക്കിളിൽ നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അടുത്തത്, സെൽ ഡിവിഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ ആൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളിലും കോശവിഭജനം ഒരു ജൈവിക പ്രക്രിയയാണ്. ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സെൽസ് ഇൻഡീഡ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. വളർച്ചയും പുനരുൽപ്പാദനവും കോശങ്ങളുടെ സ്വഭാവമാണ്. തീർച്ചയായും എല്ലാ ജീവജാലങ്ങളിലും അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെൽ സൈക്കിൾ എന്നുള്ളൊരു പാർട്ടാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എന്തായാലും ഉണ്ടാവണം. കാരണം നിങ്ങൾക്ക് ഇത് എത്തരത്തിലാണ് ഒരു വീഡിയോ വേണ്ടത്, അതിൽ ഈ ഒരു വീഡിയോയിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നെല്ലാം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ PPTs തന്നെ സെൽഫ് റൈറ്റിങ്ങിലായിട്ടുള്ള നോട്ട്സ് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്കത് വേണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.